കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപത്തിൽ അത് VC-ക്കെതിരെ ആയുധമാക്കാൻ ഇടത് സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. വിഷയം ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ ആവശ്യപ്പെടും. VC-യുടെ പിന്തുണയോടെയാണ് ഡീൻ വിപിനെതിരെ പരാതി നൽകിയതെന്നാണ് സിൻഡിക്കേറ്റിന്റെ വിലയിരുത്തൽ. ഇക്കാര്യം സൂചിപ്പിച്ച വൈസ് ചാൻസലർക്ക് കത്ത് നൽകാനാണ് തീരുമാനം. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം എത്തുന്നു. വീണ്ടും ഗോപാൽ ശീലാസനൽ, രാഷ്ട്രീയം ഇതിലും വരികയാണ്. സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന ആവശ്യവുമായി വിപിനെ പിന്തുണച്ചുകൊണ്ട് വരികയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ വകുപ്പ് തല നടപടിയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നാണ് കരുതുന്നത്. ഇപ്പോൾ കേസ് മാത്രമല്ലേ നിലവിലുള്ളൂ? അതെ സുജയ, ഇപ്പോൾ ഇന്ന് രാവിലെ എടുത്ത കേസ് മാത്രമാണ് ഈ ഡീനിനെതിരെ നിലവിലുള്ളത്. പക്ഷേ അതേസമയം തന്നെ സുജയ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി കൂടി സമീപിക്കാനാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം. കാരണം ഈ ഡീനിൻ്റെ ജാതി അധിക്ഷേപത്തെ വൈസ് ചാൻസലർക്കെതിരായ ഒരു ആയുധം കൂടിയാക്കി ഉപയോഗിക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ആ സിൻഡിക്കേറ്റിൻ്റെ വിലയിരുത്തൽ പ്രകാരം ഈ നടപടി, അതായത് ഡീൻ വിപിൻ വിജയൻ്റെ പ്രബന്ധം അംഗീകരിക്കേണ്ടതില്ല എന്നും അത് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നതും അടക്കമുള്ള തീരുമാനത്തിലേക്കും പരാതിയിലും ഒക്കെ പോകുന്നതിന് കൃത്യമായി VC-യുടെ പിന്തുണയുണ്ടായിരുന്നുവെന്ന് ഇത്തരത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിലയിരുത്തുന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക്, ആസൂത്രിതമായ നടപടിയിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം VC-ക്ക് മുന്നിലുള്ള പരാതി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി വിളിക്കണമെന്നും ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ വിശദമായി തന്നെ ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത് അതിന്മേലൊരു നടപടി വൈസ് ചാൻസലറുടെയും സർവകലാശാലയുടെയും തലത്തിലെടുക്കണം എന്നുമാണ് തീരുമാനിക്കുക ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആലോചിക്കുന്നത്. കാരണം മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ ജാതി അധിക്ഷേപ പരാതിയിൽ സർവകലാശാല തലത്തിൽ വകുപ്പുതല നടപടി ഒന്നും ഇനിഷ്യേറ്റ് ചെയ്യാതിരിക്കുന്നത് സംശയാസ്പദമാണ് എന്നുള്ള ഒരു ധാരണയിലേക്ക് സിൻഡിക്കേറ്റ് എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഗോപാൽ ശീലാസനലാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.